അടുത്തായി ഒ ടി ടി വന്നൊരു സിനിമയാണ് മൃദു ഫാവെ ദൃഢകൃത്യ. ഇതൊരു ചെറിയൊരു പടമാണ്. ഈ പടത്തിൽ എനിക്കാകെ അറിയാവുന്ന സീമാജി നായരെ മാത്രമേ ഉള്ളൂ. ഈ പടം പേഴ്സണലി ഞാൻ കണ്ടില്ല. ഈ പടം ഇപ്പോൾ ഒ ടി ടിയിൽ അവൈലബിൾ ആണ്. മനോരമ മാക്സിലാണ് പടം റിലീസായിരിക്കുന്നത്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് ഒ ടി ടി വന്നൊരു കിടുക്കാച്ചി ഒരു ഹിന്ദി സിനിമയാണ് ജോളി LLB 3. ജോളി LLBയിലെ മൂന്നാമത്തെ ചിത്രമാണ് ജോളി LLB 3. ഇത് അക്ഷയകുമാർ നായകനായിട്ടുള്ളൊരു കോടതി കോമഡി സിനിമയാണ് ജോളി LLB 3. പടം ഇപ്പോൾ ഒ ടി ടി നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് ഒ ടി ടി വന്നൊരു ചെറിയൊരു പടമാണ് അന്തരം. ഇതൊരു അവാർഡ് സിനിമയാണ്. ഒരുപാട് അവാർഡുകൾ വാരിക്കുട്ടിയൊരു സിനിമയാണ് അന്തരം. ഈ സിനിമ പേഴ്സണലി കണ്ടിട്ടില്ല. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടൊന്നും. സുഹൃത്തുക്കളെ, ഇന്ന് റിലീസായ ഒരു പടമാണ് വള. ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും അഭിനയിച്ച ഒരു അടിപൊളി പടമാണ് വള. ഈ പടത്തിൽ ഇവരെ കൂടാതെ അബു സലീം, വിജയരാഘവൻ തുടങ്ങിയവരും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ശാന്തി കൃഷ്ണയുണ്ട്. ഈ പടം സൈനാപ്ലയിലാണ് ഒ ടി ടി റിലീസായിരിക്കുന്നത്. ഇന്നാണ് പടം റിലീസായിരിക്കുന്നത്. പടം മികച്ചൊരു അടിപൊളി ഒരു സിനിമയാണ് വള. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് ഒ ടി ടി വന്നൊരു സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഇതൊരു സീരീസാണ്. ഇത് C5 റിലീസായിരിക്കുന്നത്. എപ്പിസോഡ് 1 ആണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. ഒരു ഹൊറർ സീരീസാണ്. സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇതൊരു നല്ലൊരു ഹൊറർ സീരീസാണ്. ഇന്ന് ഒ ടി ടി റിലീസായ ഒരു തെലുങ്ക് ചിത്രമാണ് തെലിസുകട. ഇതൊരു തെലുങ്ക് റൊമാൻസ് ചിത്രമാണ്. ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു തെലുങ്ക് റൊമാൻസ് ചിത്രമാണ്. യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് ഒ ടി ടി വന്ന ഒരു വേറൊരു പടമാണ് അവിഹിതം. ഈ പടം ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പടം ഒ ടി ടി റിലീസായിരിക്കുന്നത്. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണേ. ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പടം എനിക്ക് പേഴ്സണലി വലിയതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ഇന്ന് ഒ ടി ടി റിലീസായ ഒരു അടിപൊളി കിടുക്കാച്ചി സിനിമയാണ് പ്രദീപ് രംഗനാഥും മമിത ബൈജു അഭിനയിച്ച ഡൂഡ്. ഇതൊരു പ്രണയ ചിത്രമാണ്. ചിത്രം അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലാണ് പടം ഒ ടി ടി റിലീസായിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആ നിലവാരം. നെറ്റ്ഫ്ലിക്സ് എടുക്കുന്ന പടം അങ്ങനെ ചവറ് പടങ്ങളൊന്നും നെറ്റ്ഫ്ലിക്സ് എടുക്കാറില്ല. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് ഒ ടി ടി റിലീസായ ഒരു സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ. ഒരു യക്ഷിപ്പടമാണ് ഈ പടം. ഗായത്രി സുരേഷ് യക്ഷിയായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് CS വിനായകനാണ്. പടം ഒ ടി ടിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അടിപൊളി ഒരു യക്ഷിപ്പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു പേരാണ്. ഇതൊരു B ഗ്രേഡ് പടത്തിൻ്റെ ഒരു പേര് പോലെയാണ് എനിക്ക് തോന്നിയത്, തയ്യൽ മിഷൻ. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പേടിച്ചോ ഇല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഒ ടി ടി കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് DSIയുടെ ഒ ടി ടി തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയാണ് DSI. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായി ഒ ടി ടി റിലീസിന് വേണ്ടി തയ്യാറാക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ കിടുക്കാച്ചി സിനിമയായ ബസൂക്ക സംവിധാനം ചെയ്തിരിക്കുന്നത് ഡീനോ ഡെന്നീസാണ്. പടത്തിൽ മമ്മൂട്ടിയെ കൂടാതെ GVM ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ 10 റിലീസായ സിനിമയുടെ ദൈർഘ്യം വരുന്നത് 151 മിനിറ്റാണ്. പടം മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നവംബർ 10 മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു സിനിമയാണ്. ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടി കോംബോയിലെ ആദ്യത്തെ സിനിമയാണ് ബസൂക്ക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത ഒ ടി ടി റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പടമാണ് വേല. ഒരു ആക്ഷൻ മൂവി പടമാണ്. പോലീസ് സിനിമയാണ്. വേലയിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, സണ്ണി വെയിന്, അതിഥി ബാലൻ എന്നിവരെയാണ്. 2023 നവംബർ 10 റിലീസ് ചെയ്ത പടം ഈ 2 വർഷമായിട്ട് റിലീസായിട്ടില്ല ഒ ടി ടിയിൽ. ഈ മാസം പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സിലാണ് പടം റിലീസ് ചെയ്യുന്നത്. 148 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പോലീസ് ആക്ഷൻ സിനിമയാണ്.
അടുത്ത OTT റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി. ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ശ്യാം മോഹൻ, ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം നവംബർ 10 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.